പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ED വിഷയത്തിലടക്കം അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നു. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിന്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എന്റെ അടുത്ത സുഹൃത്താണ്. അല്ലാത്തതുകൊണ്ടല്ലേ അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവറിണ്ട ആക്കാം എന്ന് ധരിക്കണ്ട. അത് മാത്രമേ മാമൻ മാത്യുയോടും മലയാള മനോരമയോടും നമുക്ക് പറയാം. ബാക്കി നമുക്ക് പിന്നീടാകാം. ബാക്കി ഇനിയാണോ വെക്കട്ടെ? അതിന് നിങ്ങൾ നല്ല നിലപാടാണ് എടുത്തത്. മാധ്യമങ്ങൾ പൊതുവിൽ നല്ല നിലപാടെടുത്തു. നല്ല നിലക്ക് അത് തുറന്നു കാണിച്ചു. വളരെ നന്ദി. നേരത്തെ പറഞ്ഞതിന് കൂടെ ഇതുകൂടി അഭിനന്ദനാർഹമായ കാര്യമാണ്. ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. LDF-ലെ ഉപനേതാവ് സംബന്ധിച്ചുള്ള ചർച്ച അവസാനിച്ചു എന്നാണ്. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും പിണറായി വിജയന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ED വിഷയത്തിലാണ്. തൻ്റെ കൈകൾ ഇപ്പോഴും ശുദ്ധമെന്ന് വാദിക്കുന്നു പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും അതുതന്നെയാണ്. താനോ തൻ്റെ മക്കളോ ഒരു ഹവാല ഇടപാടും നടത്തിയിട്ടില്ല. തൻ്റെ മകൾ എന്ന പേരിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞത് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അതൊക്കെ ബോധ്യപ്പെടും. ഒരു പ്രശ്നം. ബാക്കി പിന്നെ പറയും, കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കുന്നത്. യെസ്, ED വിഷയത്തിലാണ് പ്രധാനമായി ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടിയുടെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം. KP അഭിലാഷ് നമുക്കൊപ്പമുണ്ട്. അഭിലാഷ്, പിണറായി വിജയൻ പല വിഷയങ്ങൾ പറഞ്ഞു. പക്ഷേ ED വിഷയത്തിൽ എന്ത് പറയുന്നു, മാസപ്പടി കേസിൽ എന്ത് മറുപടി എന്നാണ് പ്രധാനം. എങ്ങനെ, എന്ത് നിലപാടെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ രംഗത്ത് വന്നത്? സജിത്ത്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. EDയുടെ നടപടികളെ അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പിണറായി വിജയൻ വിമർശിക്കുന്നത്. അതുമാത്രവുമല്ല, EDയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഗൗരവമേറിയ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതികരണം ഉണ്ടാകുന്നത്. EDയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പിണറായി വിജയൻ എന്ന് മാത്രവുമല്ല, മകളായ T വീണയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും താനോ തൻ്റെ കുടുംബമോ ഏതെങ്കിലും തരത്തിലുള്ള ഹവാല ഇടപാടുകൾക്ക് കൂട്ടുനിന്നിട്ടില്ല എന്നുകൂടിയാണ് പിണറായി വിജയൻ പറയുന്നത്. നമ്മൾ തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വാർത്ത പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി കോൺഗ്രസ് ഉൾപ്പെടെ ഈ വിഷയത്തെ ഏറ്റെടുക്കുവാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു. അതായത് ഇതുവരെയും കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളായിരുന്നു നിലനിന്നിരുന്നത് എങ്കിൽ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിട്ടുള്ള വാർത്താക്കുറിപ്പ് അത് അങ്ങേയറ്റം ഗൗരവതരമാണ്. ആ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ആയിട്ടുള്ള T വീണ എന്നതാണ്. അതായത് വാർത്താക്കുറിപ്പിൽ EDയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തി കണ്ടെത്തലുകളിലേക്ക് പോകുമ്പോൾ അവിടെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പ്രത്യേകമായി പരാമർശിക്കുന്നത് തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് CPIM പറഞ്ഞു വെച്ചിരുന്നു എന്നതായിരുന്നു എടുത്തു പറയേണ്ടത്. അതുമാത്രവുമല്ല, കള്ളപ്പണത്തിന് അപ്പുറത്തേക്ക് ഹവാല ഇടപാട് ഏതാണ്ട് 80 ലക്ഷം രൂപയുടെ ഇന്ത്യൻ കറൻസിയുടെ കൈമാറ്റം നടന്നിരിക്കുന്നു. അത് ഹവാല ഇടപാടാണോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്താക്കുറിപ്പ് കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടത്. അത് പ്രത്യേകിച്ച് ഇടതുമുന്നണിയെയും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPIMനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഈ ഇടപാടിൽ CPIക്ക് ഒരു പങ്കുമില്ല, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. വരും ദിവസങ്ങളിൽ CPIM രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് പോലും കടക്കുമ്പോഴായിരുന്നു ഇടതുമുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള CPI ഈ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇന്ന് പിണറായി വിജയന്റെ പ്രതികരണം ഏറെ പ്രസക്തമാകുന്നത്. പിണറായി വിജയൻ പൂർണ്ണമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള
ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്ന, തന്നെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ED നീക്കം എന്ന് തന്നെയാണ് ഇന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. വീണ വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള വീണ ഏതെങ്കിലും തരത്തിലുള്ള ഈ തട്ടിപ്പുകൾ നടത്തിയിട്ടില്ല. തൻ്റെ മകളായതുകൊണ്ടാണ് വീണയെ വേട്ടയാടുന്നത് എന്നുകൂടിയാണ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും CPM-നെയും സംബന്ധിച്ചിടത്തോളം ഈ പ്രതികരണം അങ്ങേയറ്റം ഗൗരവതരമാണ്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലടക്കം പരിശോധന നടത്തിയപ്പോൾ അന്ന് വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ED-യുടെ വാഹനം തടയുകയും ചെയ്തതാണ്. നിരവധി പ്രവർത്തകർ അതിനുശേഷം അറസ്റ്റിലാവുകയും അവരിപ്പോൾ ജാമ്യത്തിലിറങ്ങുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. ഒരു പക്ഷേ സജിത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം എന്നത് അറസ്റ്റ് പോലെയുള്ള കടുത്ത നിലപാടുകളിലേക്ക്, നടപടികളിലേക്ക് പോയേക്കാം. വീണയെ, അതായത് ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവ സ്വഭാവമുള്ള ഇടപെടലുകൾ നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഫെമ കുറ്റം, അതായത് ഈ ഫോറിൻ എക്സ്ചേഞ്ച്, മണി എക്സ്ചേഞ്ച് കുറ്റം അടക്കം ചുമത്തിക്കൊണ്ടുള്ള കടുത്ത നിലപാടുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാനാകില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ പ്രതികരണം അങ്ങേയറ്റം ഗൗരവമായിട്ട് നമുക്ക് കാണേണ്ടതായി വരുന്നത്. അതുമാത്രവുമല്ല, അന്വേഷണ വലയത്തിൽ ഇപ്പോൾ ഉള്ളത് വീണ മാത്രമല്ല, മുഹമ്മദ് റിയാസ് കൂടിയാണ്. മുഹമ്മദ് റിയാസ് രാഷ്ട്രീയമായി ഏറെ പ്രധാനപ്പെട്ട ഒന്നുകൂടി എന്നത് കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ പിണറായി വിജയനുമായുള്ള കുടുംബ ബന്ധം നമുക്കറിയാം. പിണറായി വിജയന്റെ മകളുടെ ഭർത്താവ് കൂടിയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് എന്നത്. ഈ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലടക്കം, പ്രത്യേകിച്ച് നിഖിലിൻ്റെയും നന്ദുലാലിൻ്റെയും വസതികളിൽ അടക്കം പരിശോധന നടത്തുകയും അങ്ങനെ ഈ മുഹമ്മദ് റിയാസ് കൂടി ഈ ഇടപാടുകളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ പിണറായി വിജയന്റെ കുടുംബം ഒന്നാകെ സംശയനിഴലിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആണ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുകയും അതോടൊപ്പം തന്നെ തൻ്റെ കാലയളവിൽ, അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ മകളെന്ന ആനുകൂല്യം ആണോ വീണയ്ക്ക് ലഭിച്ചത്? അങ്ങനെയാണോ CMR-ൽ ഈ 2,80 ലക്ഷത്തോളം വരുന്ന തുക വീണയ്ക്ക് കൈമാറിയത്? അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ ആയിരുന്നോ വീണ ഹവാല ഇടപാട് നടത്തിയത്? ഇങ്ങനെയുള്ള നിരവധിയായ സംശയങ്ങളാണ് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ കണ്ടെത്തലുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പോകേണ്ടതുണ്ട്. ഇതിൽ ഒരു കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ നൽകാത്ത സേവനത്തിന് തന്നെയാണ് CMR-ൽ എക്സാലോജിക് എന്ന കമ്പനിക്ക് പണം നൽകിയത്. അത് വീണയുടേതാണ്. എന്നാൽ ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനം, അതിലും വീണയ്ക്ക് ഓഹരി പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ ഷെയർ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ലേക്കർ ഇന്ത്യയെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ? ആ തട്ടിപ്പുകൾക്ക് മന്ത്രി കൂടിയായിരുന്ന മുഹമ്മദ് റിയാസ് അടുത്ത അനുയായികളെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയും അന്വേഷണം നടന്ന് കൃത്യമായ കണ്ടെത്തലുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ഇതിന്റെ രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴും ED-യെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ അനുസരിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം നോക്കിയോ ഒന്നും മുന്നോട്ട് പോവുക എന്നത് ഒഴിവാക്കാൻ പറ്റില്ല എന്നതാണ്. പക്ഷേ ഇവിടെ കൃത്യമായി പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയമായി തന്നെയാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. തൻ്റെ മകളായതുകൊണ്ടാണ് വീണയെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണയ്ക്കെതിരെ നടപടി കടുപ്പിക്കുന്നത് എന്നതാണ്. അതാണ് CPIM പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം. CPM, അതായത് വീണയിലൂടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെ, ഒപ്പം CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഒക്കെ ലക്ഷ്യം വെക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ഗൂഢ നീക്കം ആണ് ED-യുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമടക്കം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്നത് കേന്ദ്ര ഏജൻസികളെ BJP വളരെ കൃത്യമായി രാഷ്ട്രീയ ചട്ടുകമാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ്. അതിനെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രതികരണം ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതിനേക്കാൾ ഗൗരവതരമാകുന്നത്, അല്ലെങ്കിൽ വിലപ്പെട്ട പ്രതികരണം എന്നത് ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ പ്രതികരണം തന്നെയാണ്. അത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും രാഷ്ട്രീയമായും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയം തന്നെയാണ് സംസാരിച്ചു വെക്കുന്നത്. തന്നെ തടവറയിലാക്കാമെന്ന് കരുതേണ്ട എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയിലൂടെ, മുഹമ്മദ് റിയാസിലൂടെ തന്നിലേക്ക് എത്തുന്നു എന്നതാണ്. അത് പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായി മാറും. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കൂടുതൽ പ്രതിഷേധ പരിപാടികൾക്ക് CPIM ആഹ്വാനം ചെയ്യുവാനുള്ള നീക്കങ്ങൾ ആണ് കാണുന്നത്. അതിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം പിണറായി വിജയന്റെ വാക്കുകൾ നമുക്കെടുക്കാൻ. ED-യുടേത്
വിചിത്രമായ നടപടിയാണ് എന്ന് പിണറായി വിജയൻ പറയുന്നു. ഹവാല ഇടപാടിൽ തനിക്കോ തൻ്റെ കുടുംബാംഗങ്ങൾക്കോ പങ്കില്ല എന്ന് പറയുന്നു. തന്നെ തടവറയിലാക്കാനുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നത് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂടിയാണ് വിമർശനം ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ BJP തനിക്കെതിരെ ആയുധമാക്കി മാറ്റിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എന്ന് തന്നെയാണ് വളരെ കൃത്യമായി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അത് തീർച്ചയായും CPMന് കൂടുതൽ CPMന്റെ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ആക്കം പകരുന്ന ഒന്നായി മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. സജിത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ED അന്വേഷണത്തെ തള്ളി പിണറായി വിജയൻ രംഗത്ത് വരുന്നു. തന്നെ തടവിലാക്കാൻ കഴിയില്ല, താനും മകളോ ഒരു ഹവാല ഇടപാടും നടത്തിയിട്ടില്ല. ഇതാണ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.